നമസ്കാരം, ഏവർക്കും ജ്യോതിർമയി ആസ്ട്രോളജി ചാനലിലേക്ക് എൻ്റെ ഹൃദയംഗമമായ സ്വാഗതം. മാർച്ച് 26 തീയതി വ്യാഴാഴ്ച രാവിലെ 5:15 ശുക്രൻ മീനൻ രാശിയിൽ നിന്നും മേടൻ രാശിയിലേക്ക് സംക്രമിക്കുന്നു. ഈ രാശിമാറ്റത്തിനോടനുബന്ധിച്ച് ചില നക്ഷത്രക്കാർക്ക് വളരെയധികം ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. ആ നക്ഷത്രക്കാർ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇത് ഒരു പൊതുഫലം മാത്രമാണ്. ചാരവശാൽ ഫലനിരൂപണം നടത്തുമ്പോൾ ഗോചരവും വേദവും മനസ്സിലാക്കുന്നതിന് പുറമെ ചാരവശാൽ ഗ്രഹം നിൽക്കുന്ന രാശിയിൽ ജാതകപ്രകാരം ആ ഗ്രഹത്തിനുള്ള അഷ്ടകവർഗ ബിന്ദു കൂടി നോക്കേണ്ടതാണ്. അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മേടക്കൂറുകാർക്ക് ശുക്രൻ്റെ രാശിമാറ്റത്തിനോടനുബന്ധിച്ച് വളരെയധികം ഗുണാനുഭവങ്ങളാണ് സിദ്ധിക്കാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ ഒന്നാമിടത്തു കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ഒന്നാമിടത്തു കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ മൃഷ്ടാന്ന ലാഭവും ഭാര്യാസുഖവും, അതായത് ദാമ്പത്യ സുഖവും, സുഗന്ധ വസ്തുക്കളെ കൊണ്ടും ശയനസുഖം കൊണ്ടും വിശേഷ വസ്ത്ര ആഭരണാദികളെ കൊണ്ടുമുള്ള സുഖാനുഭവങ്ങളും ഫലമാകുന്നു. അടുത്ത നക്ഷത്രക്കാർ കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകീരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന എടവക്കൂറിലെ നക്ഷത്രങ്ങളാകുന്നു. ഈ നക്ഷത്രക്കാരുടെ 12ാമിടത്തു കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 12ാമിടത്തു കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ വിവിധങ്ങളായ ധനലാഭങ്ങളും, അതായത് പല വഴികളിലൂടെ ധനലാഭവും വസ്ത്രാദികളും സിദ്ധിക്കുന്നതായിരിക്കും. അതായത് ആഡംബരമായിട്ടുള്ള വസ്തുക്കളും ലഭിക്കുമെന്നർത്ഥം. അടുത്ത നക്ഷത്രക്കാർ മകീരം 2ാം പകുതി, തിരുവാതിര, പുണർദം മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മിഥുനക്കൂറുകാരാകുന്നു. ഈ കൂറുകാരുടെ 11ാമിടത്തു കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 11ാമിടത്തു കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ മൃഷ്ടാന്ന ലാഭവും സുഗന്ധദ്രവ്യ സമൃദ്ധിയും ബന്ധുലാഭവും ധനാഭിവൃദ്ധിയും ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ ചിങ്ങക്കൂറിലെ നക്ഷത്രങ്ങളാകുന്നു. മകം, പൂരം, ഉത്രം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ചിങ്ങക്കൂറുകാർക്കും ഈ ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി നല്ല അനുഭവങ്ങളാണ് സിദ്ധിക്കുവാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാരുടെ 9ാമിടത്ത് കൂടിയാണ് ചാരവശാൽ ശുക്രൻ സഞ്ചരിക്കുന്നത്. ആയതിനാൽ 9ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും ധർമ്മകാര്യസിദ്ധിയും ദാമ്പത്യ സൗഖ്യവും ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ ഉത്രം മുക്കാൽ ഭാഗം, അത്തം, ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കന്നിക്കൂറുകാരാകുന്നു. ഈ കൂറുകാരുടെ അഷ്ടമത്തിലൂടെയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. അതായത് 8ാമിടത്തിലൂടെ. അഷ്ടമത്തിലൂടെ ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ആഡംബര വസ്തുക്കളെ കൊണ്ടും സ്ത്രീകളും രത്നങ്ങളും നിമിത്തവും സുഖാനുഭവങ്ങളും ദാമ്പത്യ സൗഖ്യവും ലഭിക്കുന്നതായിരിക്കും. അടുത്തത് മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന ധനുക്കൂറിലെ നക്ഷത്രങ്ങളാകുന്നു. ഈ നക്ഷത്രക്കാരുടെ 5ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 5ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനലാഭവും പുത്രലാഭവും ബന്ധുജന സൗഖ്യവും ഗുരുജന സന്തോഷവും ഫലങ്ങളാകുന്നു. അടുത്തത് ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മകരക്കൂറിലെ നക്ഷത്രങ്ങളാകുന്നു. ഈ നക്ഷത്രക്കാരുടെ 4ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 4ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ബന്ധുജന സഹവാസവും അധികാര ശക്തികളുണ്ടാവുകയും ഫലങ്ങളാകുന്നു. അതായത് അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അധികാരത്തിലൂടെ ലാഭവും നേടുവാൻ കഴിയുന്നതായിരിക്കും. അടുത്ത നക്ഷത്രക്കാർ അവിട്ടം 2ാം പകുതി, ചതയം, പുരുരുട്ടാതി മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭക്കൂറിലെ നക്ഷത്രങ്ങളാകുന്നു. ഈ നക്ഷത്രക്കാരുടെ 3ാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. 3ാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ആജ്ഞാശക്തിയും ധനലാഭവും സ്ഥാനാന്തരത്തിൽ നിന്ന് ബഹുമാനലബ്ധിയും, അതായത് സ്ഥാനക്കയറ്റത്തിലൂടെ മറ്റുള്ളവരാൽ ബഹുമാനിക്കപ്പെടുകയും
വസ്ത്രലാഭവും ശത്രുനാശവും ഫലങ്ങളാകുന്നു. അടുത്ത നക്ഷത്രക്കാർ പുരുരുട്ടാതി കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന മീനക്കൂറിലെ നക്ഷത്രങ്ങളാകുന്നു. ഈ നക്ഷത്രക്കാരുടെ രണ്ടാമിടത്ത് കൂടിയാണ് ശുക്രൻ ചാരവശാൽ സഞ്ചരിക്കുന്നത്. രണ്ടാമിടത്ത് കൂടി ശുക്രൻ ചാരവശാൽ സഞ്ചരിച്ചാൽ ധനധാന്യ സമൃദ്ധിയും സർക്കാർ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ വളരെയധികം ആനുകൂല്യങ്ങളും ബഹുമാനവും ലഭിച്ചുകൊണ്ട് കുടുംബത്തെ സംരക്ഷിച്ചുകൊണ്ട് യഥേഷ്ടം സുഖം അനുഭവിക്കാനുള്ള അവസരം വന്നു ചേരുന്നതായിരിക്കും. ഇങ്ങനെ മേടക്കൂറുകാർക്കും എടവക്കൂറുകാർക്കും മിഥുനക്കൂറുകാർക്കും ചിങ്ങക്കൂറുകാർക്കും കന്നിക്കൂറുകാർക്കും ധനുക്കൂറുകാർക്കും മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും മീനക്കൂറുകാർക്കുമാണ്, അതായത് ഈ രാശികളിൽ ഉൾപ്പെട്ട നക്ഷത്രക്കാർക്കാണ് ശുക്രൻ്റെ രാശിമാറ്റത്തോടുകൂടി നല്ല അനുഭവങ്ങൾ വരുവാൻ പോകുന്നത്. ഈ നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും തന്നെ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.